ഓക്കെ, അപ്പോൾ ഡെറ്റർമിനൻസിലും വളരെ LKG ലെവൽ ചാപ്റ്ററാണ്. എനിക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ +2 മാത്സിലെ 2 മെട്രിസസും ഡെറ്റർമിനൻസ് രണ്ടും മറ്റേന്ന് പറയുന്നത് LKG ലെവൽ ചാപ്റ്റേഴ്സ്. അപ്പോൾ ഇതിലെ ഞാൻ എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നല്ല, എന്ന് പറയേണ്ടത്, നിങ്ങൾ ഇതിൽ ഞാൻ പറഞ്ഞില്ല അധിക ക്വസ്റ്റ്യൻസിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങളെ കുഴപ്പിക്കാൻ ചാൻസ് ഇല്ല. മെട്രിസസിൽ നിങ്ങളെ ഞാൻ കുറച്ച് കാണിച്ചിട്ടുണ്ട്. കുറച്ച് പ്രോപ്പർട്ടീസ് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ് പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നുണ്ടാവുക. ഇതെല്ലാം നോക്ക്, എന്താ പറയുക, ഫൈൻഡ് ദ ഡെറ്റർമിനൻറ്റ്. ഇതെല്ലാം പിന്നെ ഞാനിനി എന്താ പറയണ്ടേ? ഷോ ദാറ്റ് 2a = 4 × a. അങ്ങനെ എന്തോ ഇതിൻ്റെ ചെയ്യുക. a = ഇത്ര. അപ്പോൾ ഷോ ദാറ്റ് ഡെറ്റർമിനൻറ്റ് ഓഫ് 3a = 27 × ഡെറ്റർമിനൻറ്റ്. നോ നീഡ് ഓഫ് മീ. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാം. ഇവാലുവേറ്റ് ഡെറ്റർമിനൻറ്റ്. ഇവിടെ കാൽക്കുലേറ്റർ നിങ്ങളിത് സ്വന്തമായിട്ട് ചെയ്യണമെന്നൊന്നുമില്ല. കാൽക്കുലേറ്ററിൽ മെട്രിക്സ് അടിച്ചിട്ട് അതിൻ്റെ ഫംഗ്ഷനിൽ ഡെറ്റർമിനൻറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അതതിൻ്റെ പണി ചെയ്തോളൂ. പിന്നെ എന്തിനപ്പോൾ നിങ്ങൾ a = ഇത്ര ഫൈൻഡ് ഡെറ്റർമിനൻറ്റ്. ഇത് എന്തായാലും വരില്ല. ഇത് ആക്ച്വലി ഞാൻ ഓൾഡ് എന്നാണ് NCERTൻ്റെ സൊല്യൂഷൻസ് ബുക്ക് റെഫർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി പ്രോപ്പർട്ടീസ് ഓഫ് ഡെറ്റർമിനൻറ്റ് ഡിലീറ്റഡ് ആണ്. അത് ഡിലീറ്റഡ് സിലബസിലില്ല സാധനം. അതുകൊണ്ട് നിങ്ങൾ ഇത് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും വരുമെന്നില്ല. ഞാൻ പിന്നെ എൻട്രൻസിന് പഠിക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഓൾഡ് സിലബസാണ് റെഫർ ചെയ്യുന്നത്. ഇത് നിങ്ങൾ പഠിക്കണം. ഇതൊന്നും എന്തായാലും വരുമെന്നില്ല. കാരണം ഇത് കണ്ട യൂസിങ് C3 goes to C3 - C1 + C2 ഇതെല്ലാം പണ്ട് പഠിക്കാനാണ്. ഇപ്പോൾ ഇത് പഠിക്കാനില്ല. ഇതിന് നമ്മൾ പറയാം എലമെൻ്ററി റോ കോളം ട്രാൻസ്ഫോർമേഷൻ. ഇത് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനില്ല. ഞാനിതിൽ ക്വസ്റ്റ്യൻ്റെയൊക്കെ വരാം. അതേപോലെ നമ്മൾ ജോമെട്രി വരുന്ന ക്വസ്റ്റ്യൻസ്, ഫൈൻഡ് ദ ഏരിയ. നമ്മൾ ഇത് ഏത് ഇക്വേഷന് ½ × x1 x2 x3 y1 y2 y3 1 1 1 ചെയ്യുക. ഷോ ദാറ്റ് ദ പോയിന്റ്സ് ആർ കൊളീനിയർ. അപ്പോൾ ഈ ഏരിയ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ആൻസർ കിട്ടും. അപ്പോൾ അല്ല, ഇത് 0 ആണെങ്കിൽ നമ്മൾ ആൻസർ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞ പോയിന്റ്സിലെ കൊളീനിയർ ആണെന്ന് മനസ്സിലാവും. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k. ഇഫ് ഏരിയ = ഇത്ര തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഏരിയൻ്റെ ഇക്വേഷൻ ഇട്ട് കൊടുത്തിട്ട് ഏരിയ = 4 എന്ന് പറഞ്ഞിട്ട് ബാക്കി ചെയ്യുക, കണ്ടുപിടിക്കുക, kൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതല്ലോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ എന്താ, ½ × x1 y1 x2. പിന്നെന്താ, ഇതേ നമ്മളെ ട്രയാങ്കിൾ അതേ ഇക്വേഷൻ തന്നെ, പക്ഷേ = 0 എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്താ, നമ്മളിപ്പോൾ x + y + എന്താണ് ഒരു കോൺസ്റ്റൻറ്റ് c = 0 എന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ജനറൽ ഫോം എഴുതുക. അപ്പോൾ അതുപോലെ അതെല്ലാം ചെയ്ത് പിന്നെ ഏരിയ ഓഫ് നമ്മളെ ട്രയാങ്കിൾ ഇത്ര തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ, നമ്മളെ കെ കണ്ടുപിടിക്കുക. സിമ്പിൾ ക്വസ്റ്റ്യൻസ് എന്താണ്. അപ്പോൾ എന്താണ്, ഇത് ഏരിയ എടുക്കുന്ന സമയത്ത് +or- എടുക്കണം. എന്താണ്, ഇത് ഹാഫിനപ്പുറത്തേക്ക് പറഞ്ഞേക്കോ 35 × 2 70 +70 എടുക്കണം, -70 എടുക്കണം. കാരണം ഏരിയക്ക് 2 വാല്യൂ വരാം. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മൾ +or- എടുത്തിട്ട് ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ നമ്മൾ ഡെറ്റർമിനൻറ്റ് സോൾവ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ kൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. അപ്പോൾ എന്താ, kന് ഒരു വാല്യൂ, k = -2 k = 12. ഈസി ക്വസ്റ്റ്യൻസ്. പിന്നെ റൈറ്റ് മൈനസ് ആൻഡ് കോഫാക്ടേഴ്സ്. ഒരു എന്താണ്, ഒരു ഡെറ്റർമിനൻ്റ് എന്നിട്ട് അതിന് മൈനറും കോഫാക്ടറും കണ്ടുപിടിക്കുക. ഇതൊന്നും ഞാൻ ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. യൂസിങ് കോഫാക്ടർ ഓഫ് ദ എലമെൻറ്റ് ഫൈൻഡ് എന്താണ്, ഇവാലുവേറ്റ്, ഈ സാധനം. ഈസി ക്വസ്റ്റ്യൻസ്. അടുത്ത ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച ക്വസ്റ്റ്യൻ ഇതാ. അതായത് ഒരു മെട്രിക്സ് ഡെൽറ്റ = A11 A12 A13 A21 A22 A23 A31 A32 A33 and Aij is the cofactor of Aij തന്നെ. അതായത് ക്യാപിറ്റൽ A എന്ന് പറയുന്നത് ഇതിൻ്റെ കോഫാക്ടറാണ്. and the value of delta is given by. ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇത് ചെയ്ത് നോക്കാം നമുക്ക്. ഇത് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട് ഒരു മാർക്കിന്. ഡെൽറ്റ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് പ്രോഡക്ട്സ് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് റോ or a column with their corresponding cofactors. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, ഇതിൻ്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ ഈ A11 × ക്യാപിറ്റൽ A11 + A12 × ക്യാപിറ്റൽ A12 + A13 × ക്യാപിറ്റൽ A13 എന്താ ഇത്. പിന്നെ ഓർ ഇത്, അല്ലെങ്കിൽ എന്താ, ഒന്നിക്കൽ ഇത് വരാം, അല്ലെങ്കിൽ A21 × A21 + A22 × A22 + A23 × A33, അല്ലെങ്കിലോ A31 × A31. അങ്ങനെ എന്താണ്, നമുക്കിതിലെ അതായത് ഇതിനെ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഹൈഡ് ചെയ്യുക, ഇത് ഹൈഡ് ചെയ്യുക. അപ്പോൾ എന്തെല്ലാം ബാക്കിയുണ്ട്, ഇങ്ങനെ ആ സംഭവം. അപ്പോൾ അതിൻ്റെ വേരിയസ് കോമ്പിനേഷൻസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. സം ഓഫ് ദ പ്രൊഡക്ട്സ് ഓഫ് ദ എലമെൻറ്റ്സ് ഓഫ് ഫസ്റ്റ് കോളം വിത്ത് ദിയർ കോറസ്പോണ്ടിങ് കോഫാക്ടേഴ്സ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു എന്താണ്, A11 × A11 + A21 × A21 + A31 × A31. അപ്പോൾ അതെവിടെയാണ് കോമ്പിനേഷനിലത്. അതായത് ഈ പറഞ്ഞ എന്താ, ഫസ്റ്റ് കോളം ഉദ്ദേശിക്കുന്ന സമയത്ത് എന്താ, ഈ ഒരു സംഭവം A11 A22 അല്ല A21 അല്ല സോറി A11 A21 പിന്നെ A31. അപ്പോൾ ഈ ഫസ്റ്റ് കോളമിന് അധിഷ്ഠിതമായിട്ട് പറയുകയാണെങ്കിൽ അത് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ പ്ലസ് ഇത് ഈ എലമെൻറ്റ് ഇതിൻ്റെ കോഫാക്ടർ പ്ലസ് ഈ എലമെൻറ്റ് ഇൻറ്റു അതിൻ്റെ കോഫാക്ടർ. അപ്പോൾ ഓപ്ഷൻ എന്താണ്, ഹെൻസ് ഓപ്ഷൻ ഡി ഈസ് കറക്റ്റ്.
അങ്ങനെയായിരിക്കും ആൻസർ വരിക. ഇത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇത് മാറിയിട്ടൊന്നും ചോദിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുക. പാലിക്കുക A11 ഇൻറ്റു A11 പ്ലസ് A22 ഇൻറ്റു A22 A21 ഇൻറ്റു A21 പ്ലസ് A31 ഇൻറ്റു A31. അത് ചെയ്യാം. ഇത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഇൻവേഴ്സ് എല്ലാം കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻസ്, അതായത് അഡ്ജോയിൻറ്റ്, അതായത് A ഇൻവേഴ്സ് സിക്കൽ 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു അഡ്ജോയിൻറ്റ്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റാവുന്ന ഇക്വേഷൻ വെച്ചിട്ട്. ഇത് ഞാൻ അടുത്തൊരു പാർട്ടിൽ ചെയ്യും, കുറച്ച് അത്യാവശ്യം ലെങ്തിയാണത്. ഇനി ഈ 2 ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് ഈ പാർട്ട് അവസാനിപ്പിക്കുക. വളരെ പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ലെറ്റ് A ബി എ നോൺ സിംഗുലർ മെട്രിക്സ്. അപ്പോൾ അതിൻ്റെ ഡെറ്റർമിനൻറ്റ് 0 അല്ല എന്നാണ് പറഞ്ഞിരുന്നത്. ഡെറ്റർമിനൻറ്റ് A നോട്ട് ഈക്വൽ ടു 0. സിംഗുലർ ആയിരുന്നെങ്കിൽ ഈക്വൽ ടു 0 ആവുന്നു. ഇസ് ആൻ ഓർഡർ 3/3 തന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഇതിലും ഡെറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് ഓഫ് A. നമുക്കറിയാം ഈ പറഞ്ഞ ഡെറ്റർമിനൻറ്റ് A ഇൻറ്റു, അതായത് അഡ്ജോയിൻറ്റ് A ഇൻറ്റു A എന്ന് പറയുന്നത് ഡെറ്റർമിനൻറ്റ് A ഇൻറ്റു I ആണ്. ഇത് ആക്ച്വലി ഒരു റിസൾട്ടാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്ന ആൾക്ക് മനസ്സിലായി ഇത് റിസൾട്ടാണ്. അപ്പോൾ ഡെറ്റർമിനൻറ്റ് A ഇൻറ്റു ഇതിപ്പോൾ ഐഡൻറ്റിറ്റി മാട്രിക്സ് ഇസ് ഈക്വൽ ടു ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക നമ്മളെ, അതായത് ഇവിടെ ആക്ച്വലി ഡെറ്റർമിനൻറ്റ് A ആയിരുന്നില്ല ഇത്. അപ്പോൾ ഇതെല്ലാത്തിനുള്ളിലേക്ക് കംപ്ലീറ്റ് മൾട്ടിപ്ലൈ ചെയ്ത്, അപ്പോൾ ഈ 1ൻ്റെ സ്ഥലത്ത് ഇത് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇതിങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഡെറ്റർമിനൻറ്റ് A, പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെറ്റർമിനൻറ്റ് A, പിന്നെ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ഡെറ്റർമിനൻറ്റ്. ബാക്കിയെല്ലാം 0 ആയിപ്പോയി. ബാക്കിയെല്ലാം 0നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് 0 ആയിപ്പോയി. അതേസമയം ഡെറ്റർമിനൻറ്റിൻ്റെ ഉള്ളിൽ അഡ്ജോയിൻറ്റ് കയറ്റി കഴിഞ്ഞാൽ എന്താ സംഭവം? ഓക്കെ, അപ്പോൾ നമ്മൾ ആ ഡെറ്റർമിനൻറ്റിൻ്റെ ക്വസ്റ്റൻ ആയിരുന്നു ഡിസ്കസ് ചെയ്യുന്നത്. പെട്ടെന്ന് കട്ടായി പോയതാ. അപ്പോൾ ഇതിങ്ങനെ 1 അപ്പോൾ ഇങ്ങനെ മൾട്ടിപ്ലൈ ആയി. അപ്പോൾ അഡ്ജോയിൻറ്റ്, അതായത് ഡെറ്റർമിനൻറ്റ് ഓഫ് അഡ്ജോയിൻറ്റ് A ഇൻറ്റു A എന്ന് പറയുന്നത് A ക്യൂബ്, അല്ല ഡെറ്റർമിനൻറ്റ് Aൻ്റെ ഹോൾ ക്യൂബ് ഇൻറ്റു I മെട്രിക്സ്. അപ്പോൾ ഡെറ്റർമിനൻറ്റ് ഓഫ് A ഹോൾ ക്യൂബ് ഇൻറ്റു I, അത് ആക്ച്വലി കാണിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ ഡെറ്റർമിനൻറ്റ് ഓഫ് എഡ്ജ് ഇൻറ്റു ഡെറ്റർമിനൻറ്റ് ഓഫ് A ഈക്വൽ ടു ഡെറ്റർമിനൻറ്റ് ഓഫ് A ക്യൂബ്. ഈ പറയുന്ന Iൻ്റെ ഡെറ്റർമിനൻറ്റ് എന്തായാലും 1 ആണ് വരിക. അപ്പോൾ 1നെ കൊണ്ട് ഏത് ക്വാണ്ടിറ്റിനെ മൾട്ടിപ്ലൈ ചെയ്താൽ അത് തന്നെ. അപ്പോൾ ഡെറ്റർമിനൻറ്റ് ഓഫ് A എന്ന് പറയുന്നത് ഇതിങ്ങനെ കട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ വരും. അപ്പോൾ ഡെറ്റർമിനൻറ്റ് ഓഫ് എഡ്ജ് എന്ന് പറയുന്നത് ഡെറ്റർമിനൻറ്റ് ഓഫ് Aൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ അതായിരിക്കും ആൻസർ വരിക. നിങ്ങൾ ഇങ്ങനെ ഒന്നും കഥ എഴുതി കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതിങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നേരെ ക്വസ്റ്റിനെ കാണുമ്പോൾ ഇതായിരിക്കും ആൻസർ എന്ന് ഓർമ്മിച്ച് വെക്കുക. അടുത്തത്, ഇഫ് A ഈസ് എൻ ഇൻവെർട്ടിബിൾ മാട്രിക്സ്, ഇൻവേഴ്സ് ഇല്ല മാട്രിക്സ് ആണ്, ഓഫ് ഓർഡർ 2/2, ദെൻ ഡിറ്റർമിനൻറ്റ് ഓഫ് അതായത് ഡെറ്റർമിനൻറ്റ് ഓഫ് A ഇൻവേഴ്സിൻ്റെ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? മാട്രിക്സ് ഇത് കണ്ടുപിടിക്കണം. വി നോ A ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ മോഡ്, അതായത് ഇതെടുക്കുന്ന സമയത്ത് ഡെറ്റർമിനൻറ്റ് എടുക്കുന്ന സമയത്ത് ഡെറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു A ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഡെറ്റർമിനൻറ്റ് ഓഫ് I. അപ്പോൾ ഇത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. നമുക്ക് ഡെറ്റർമിനൻറ്റ് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും നമ്മളെ പ്രോപ്പർട്ടി പ്രകാരം. ഡെറ്റർമിനൻറ്റ് ഓഫ് A ഇൻറ്റു ഡെറ്റർമിനൻറ്റ് ഓഫ് A ഇൻവേഴ്സ് ഈക്വൽ ടു 1. അപ്പോൾ ഇത് സിമ്പിളാണല്ലോ. ഇത് ഇനി ഡെറ്റർമിനൻറ്റ് A കണ്ടുപിടിക്കുന്നെങ്കിൽ എന്ത് ചെയ്യുക? ഇതിനെ താഴെ പറഞ്ഞേക്കും. അപ്പോൾ താഴെ ചവിട്ടി പറഞ്ഞേക്കും. അപ്പോൾ ഡെറ്റർമിനൻറ്റ് ഓഫ് A ഇൻവേഴ്സ് ഈക്വൽ ടു 1 ബൈ ഡെറ്റർമിനൻറ്റ് ഓഫ് A. അപ്പോൾ എന്താ ചെയ്യുക? ആൻസർ കിട്ടി. 1 ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് A എന്ന് പറയുന്നതായിരിക്കും ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര ക്വസ്റ്റൻസ് ആണ് ഞാൻ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ പ്രോപ്പർട്ടി ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റൻസ് ആണ്. ഇതൊക്കെ 1 മാർക്കിനെ ചോദിക്കും. പക്ഷേ 1 മാർക്ക് പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നഷ്ടപ്പെടുത്തിക്കൂടാ. അത്രയും വാല്യൂബിൾ ആണ് മാർക്ക്. അപ്പോൾ A+ നിർണ്ണയിക്കുന്നതാണെങ്കിലോ, വാട്ട് ഇഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ A+ ആൻഡ് A ഗ്രേഡ് വാസ് ദാറ്റ് 1 മാർക്ക്, നമുക്ക് 1 മാർക്ക് അങ്ങനെ പോക്കിക്കൂടാ. ഈ ക്വസ്റ്റൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം.